ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ CC പ്ലാന്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ CC പ്ലാന്റ്സിൻ്റെ ലീഫ് പ്രൊപ്പഗേഷൻ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ മുമ്പ് ഇതിൻ്റെ കുറച്ച് മുന്നേ, അതായത് 2-3 മാസം മുന്നേ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതൊക്കെ വെച്ച് കൊടുക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ കാണാത്തവരൊക്കെ എന്തായാലും വീഡിയോ കാണണം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഒരുപാട് തൈകളാക്കി എടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് നമ്മുടെ CC പ്ലാന്റ്സ് കേട്ടോ. അതായത് സെറ്റ് പ്ലാന്റ്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് ഞാൻ വെച്ച് കൊടുത്തതൊക്കെ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഒരു കമ്പ് നട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ നമുക്ക് കാണാം കേട്ടോ. നമുക്ക് ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ CC പ്ലാന്റ്സ്. ഇത് നമുക്ക് ചെറിയൊരു പരിചരണം കൊടുത്തിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. കാരണം ഇതിൽ ഒരുപാട് നമ്മൾ നനയ്ക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് വളം കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാം കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ആദ്യം തന്നെ ചെറുതായിട്ട് അതിൻ്റെ ഒരു കെയറിങ്ങിനെ കുറിച്ച് പറയാം കേട്ടോ. കാരണം നിങ്ങൾക്ക് അറിയാത്തവരുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ കെയറിങ് നമുക്ക് നല്ല വെയിലുള്ള സ്ഥലത്ത് ഈ ഒരു ചെടി വെക്കാൻ പാടില്ല കേട്ടോ. നല്ല വെയിലുള്ള സ്ഥലത്ത് നമ്മുടെ ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇലകളൊക്കെ ഉണങ്ങിപ്പോകും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു കിഴങ്ങ് പോലെ ഉണ്ട്, അതായത് ഒരു ബൾബ് പോലെ ഉണ്ട്. അപ്പോൾ അതിൽ വെള്ളം സ്റ്റോറേജ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഒരുപാട് വെയിലും വേണ്ട, ഒരുപാട് വെള്ളം ഈ ചെടിക്ക് വേണ്ട കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കിഴങ്ങ് നമുക്ക് ഓൾറെഡി ഇതിൽ വെള്ളം നന്നായിട്ട് വലിച്ചെടുക്കും കേട്ടോ. വലിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതിൽ നമ്മൾ വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട. പിന്നെ മൂന്നാമത്തെ കാര്യം ഇതിൻ്റെ പോട്ടി മിക്സ് ആണ് കേട്ടോ. നല്ല വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സിലാണ് നമ്മുടെ CC പ്ലാന്റ്സ് നട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബ്ലാക്കാണ് ഈ കാണിക്കുന്നത്. ഇത് കാണിക്കുന്നത് ബ്ലാക്കാണ്. ഇതതിൻ്റെ ഗ്രീൻ ആണ് കേട്ടോ. പിന്നെ ഇപ്പോൾ വേറെ ഏതൊക്കെയോ കളർ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് പിന്നെ ഈസി ആയിട്ട്, അതായത് എളുപ്പത്തിൽ തന്നെ വേരിടിപ്പിക്കട്ടോ. വേരിടിപ്പിക്കാൻ ഒന്നും വേണ്ട, നമുക്ക് ഇതിൻ്റെ ഒരു മൂത്ത ഇല എടുത്താൽ മതി. മൂത്ത ഇല ഇതുപോലെ നമ്മൾ എടുത്താൽ മതി കേട്ടോ. ഇതുപോലുള്ള ഒരു ഇല കൊണ്ട് നമുക്ക് തൈകളാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കൊന്നും വേണ്ട, നമുക്കിതിൻ്റെ അപ്പോൾ ഗ്രീൻ ആയാലും ബ്ലാക്ക് ആയാലും ഒക്കെ അതിൻ്റെ ഒരു ലീഫ് ഇങ്ങനെ എടുക്കുക. ഇത് നെറ്റ് വെച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് വേരെടുപ്പിച്ച് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് കുറച്ച് ചകിരിച്ചോറ്, കുറച്ച് പെർലൈറ്റ്, കുറച്ച് ഉമ്മി ഉണ്ടെങ്കിൽ ഉമ്മി, അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടി ഒക്കെ ഇട്ടിട്ട്, നല്ല എല്ലുപൊടിൻ്റെ കുറഞ്ഞ തോതിൽ എല്ലുപൊടിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു പോട്ടി മിക്സ്, അതായത് വെള്ളം വാർന്നു പോകുന്ന നല്ലൊരു പോട്ടി മിക്സിലാണ് ഈ ഒരു ചെടി നട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇത് കുറേ കഴിയുമ്പോൾ ഇത് നന്നായിട്ട് വണ്ണം വെക്കും കേട്ടോ. ഈ ഒരു തണ്ടൊക്കെ നല്ല രീതിയിൽ വണ്ണം വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ചെടി കുറച്ച് വായ്വട്ടുള്ള ചട്ടിയിൽ, അതായത് കുറച്ച് വലുപ്പമുള്ള ചട്ടിയിൽ നട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ അന്ന് നട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ അന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ അപ്ഡേഷൻ കാണിക്കുമെന്ന്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് വേര് വന്നിട്ടുണ്ടോ നോക്കാം. അന്ന് നട്ട് വെച്ചിട്ടുള്ള ലീഫ് കുത്തി വെച്ചതൊക്കെ എന്തായെന്നുള്ളത് നമുക്ക് നോക്കട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കട്ടോ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കിഴങ്ങ്, അതായത് കിഴങ്ങ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ബൾബ് പോലെ ഉള്ളതെന്ന് പറഞ്ഞില്ല, അതിന് റൈസോം എന്നാണ് പറയുന്നത് കേട്ടോ. അതിലാണ് വെള്ളം സ്റ്റോറേജ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു മൂത്ത ഇല ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. മൂത്ത ഇല പറിച്ചെടുത്തിട്ട് നമുക്ക് ഈ ഇല നമുക്ക് എങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത് നോക്കാം. നമുക്ക് ഈ ഒരു ചട്ടിയിൽ തന്നെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ചട്ടിയിൽ വെക്കുന്നതാണ് കാണിക്കുന്നത്. ജസ്റ്റ് ഒരു ഹോൾസ് ഉണ്ടാക്കുക. ജസ്റ്റ് ഇത് ഹോൾസ് ഉണ്ടാക്കിയിട്ട് ഇതില്ലതാ ആ ലീഫ് വെച്ച് കൊടുത്തിട്ടോ. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ലീഫ് വെച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടോ? അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ മണ്ണ് കണ്ടില്ലേ, നല്ല ലൂസായിട്ട് നിൽക്കുന്ന മഴക്കാലമായിട്ടും കാരണം ഇതിൽ നനവ് കൂടുതൽ കൊടുക്കാത്തത് കൊണ്ടാണ് കേട്ടോ. ഞാൻ സൈഡിലോട്ട് മാറ്റിയത് കൊണ്ടാണ് വെള്ളം നനയാത്തത്. അപ്പോൾ ഇതാണ് ഞാൻ അന്ന് ലീഫ് വെച്ച് കൊടുത്തത് കേട്ടോ. ലീഫ് വെച്ച് കൊടുത്തത് നമുക്കിത് എന്തായെന്ന് നോക്കാം കേട്ടോ. എന്തായെന്നത് കണ്ടില്ല, ഓരോ ലീഫിൽ നിന്ന് ഓരോ തൈകൾ വന്നിട്ടുണ്ട്, കാണുന്നുണ്ടോ? ഓരോ തൈകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, 2 ഇലുള്ള തൈകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഇത് കണ്ടോ, എല്ലാത്തിലും 2 ലീഫായിട്ട് ഇതിൻ്റെ ഒരു തൈ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നമുക്ക് പൊക്കി നോക്കാം.
ഇതാണ് കേട്ടോ, ഒരു ലീഫ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കിട്ടിയത് കണ്ടില്ലേ, ഒരു തൈ വന്ന് കണ്ടില്ലേ, ലീഫ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ തൈ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിലുണ്ടാകും ഞാൻ പറഞ്ഞിട്ടുള്ള റൈസോം, അത് എന്താണെന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ റൈസോം, അതായത് ഒരു ഉരുളക്കിഴങ്ങ് പോലത്തത്, അതിലാണ് വെള്ളം സ്റ്റോറേജ് ചെയ്യുന്നത്. അപ്പോൾ CC പ്ലാന്റ്സിൻ്റെ ഇതാണ് കിഴങ്ങ് എന്ന് പറയുന്നത്, ഇതാണ് കേട്ടോ, അതാണ് റൈസോം. അപ്പോൾ ഈ ലീഫ് ഞാൻ വെച്ച് കൊടുത്തപ്പോൾ കാണുന്നില്ലേ, ഈ ലീഫ് വെച്ച് കൊടുത്തപ്പോൾ ഇതിൽ കണ്ടില്ലേ ഒരു തൈ തൈ വന്നത് കാണുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ തൈ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാം നമുക്ക് എല്ലാത്തിലും നമുക്ക് തൈകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തന്നെ വെച്ച് കൊടുക്കട്ടെ. ഇതിൽ 5 ലീഫ് ഞാൻ അന്ന് വെച്ച് കൊടുത്തത്, വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ 4 തൈകൾ വന്നത്, ഒന്നിന് തൈ വന്നിട്ടില്ല. റൈസോം വന്നിട്ടുണ്ടാവും, തൈ വന്നിട്ടില്ല കേട്ടോ. തൈകൾ വന്നിട്ടില്ല, റൈസോം വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മൾ വെച്ച് കൊടുത്തത് വെള്ളത്തിലായിരുന്നു കേട്ടോ, പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചത്. അപ്പോൾ വെള്ളത്തിൽ ഈർക്കിളൊക്കെ കുത്തിയിട്ട് വെച്ച് കൊടുത്തൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. അപ്പോൾ അതിലെല്ലാത്തിലും കണ്ടില്ലേ, എല്ലാത്തിലും നമുക്ക് നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. തൈകളാണ് കേട്ടോ വരുന്നത്, തൈകളാണ് കേട്ടോ, തൈകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് എടുത്ത് നോക്കതാ കണ്ടോ, ഇതിലൊക്കെ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, ആ കിഴങ്ങ് വന്നിട്ടുണ്ട്. 2 ഇതാ തൈകൾ വരാനുള്ള ആ ഒരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 2 ബ്ലാക്കും 2 GC ഗ്രീനും വെച്ച് കൊടുത്തിട്ട്, അപ്പോൾ 4 നമുക്ക് നന്നായിട്ട് ഇതാ വേരും അതിൻ്റെ ആ ഒരു റൈസോം ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് CC പ്ലാന്റ്സിനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഈർക്കിളിൽ കോത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ വെച്ചാണെങ്കിൽ എന്താണ് നല്ല രീതിയിൽ അവിടെ നിൽക്കും കേട്ടോ. അതുകൊണ്ടാണ് ഈർക്കിളിൽ ഇങ്ങനെ കോർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ലീഫ് നമുക്ക് തെർമോക്കോളിൻ്റെ ബോക്സ് ഇല്ല, ഇപ്പോൾ കാലിയായിട്ടുള്ള അതിൻ്റെ പീസ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് വെള്ളത്തിൽ വെച്ച് കൊടുക്കട്ടെ. അങ്ങനെ ആകുമ്പോൾ അത് പൊങ്ങി നിൽക്കും കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ വെച്ച് കൊടുത്തത് കേട്ടോ. വെള്ളത്തിൽ ഇങ്ങനെ ഈ രീതിയിലാണ് വെച്ച് കൊടുത്തത്, കണ്ടില്ലേ, കാണുന്നുണ്ടോ? ഈ രീതിയിലാട്ടോ വെച്ച് കൊടുത്ത്. പിന്നെ അടുത്ത് ഞാനിതാ ജ്യൂസ് ഗ്ലാസ്സിൽ നട്ട് കൊടുത്തിട്ടുണ്ട്. അത് എന്തായി നോക്കാം. അന്ന് ഞാനത് പൊക്കി നോക്കിയില്ല, എന്തായി നോക്കാം. ചിലപ്പോൾ വേര് വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ വേര് വന്നിട്ടുണ്ടാവില്ല. എന്താണെന്നുള്ള റിസൾട്ട് നോക്കട്ടോ. നമുക്ക് കുറച്ചൊന്ന് ഇതായി കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചൊരു ഉറപ്പുണ്ട് കേട്ടോ. ദാസൊന്ന് ഇങ്ങനെ ചെയ്യട്ടെ. അതെ, നല്ല രീതിയിൽ തന്നെ വേര് വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റെമ്മ് കട്ടിങ് ചെയ്തിട്ട് നമുക്ക് പുതിയ തൈകളാക്കി എടുക്കേണ്ട ഉദാഹരണമാണ് ഇത്. അപ്പോൾ ഇതൊരു സ്റ്റെമ്മ് വെച്ച് കൊടുത്താണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് വരും, ആ ഒരു കിഴങ്ങ് വരും കേട്ടോ, റൈസോമ് വരും. അപ്പോൾ അതിൽ നിന്ന് വേര് വന്നിട്ട് നമ്മളെ തൈ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തതായിരുന്നു. അപ്പോൾ അത് നമുക്ക് നല്ല രീതിക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പറിച്ചെടുത്ത് ഞാൻ നട്ട് കൊടുക്കട്ടെ കേട്ടോ. ഇത് ഞാൻ അങ്ങനെ തന്നെ നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതങ്ങനെ തന്നെ നട്ട് കൊടുത്തതാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് അടുത്ത് വെച്ച് കൊടുത്തതാണ് കേട്ടോ. കണ്ടോ, ഇതിലൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് കണ്ടില്ലേ ആ ഒരു കിഴങ്ങുണ്ടായത്. അപ്പോൾ നമുക്ക് CC പ്ലാന്റ്സ്, അതായത് CC പ്ലാന്റ്സ് വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് തൈകളാക്കിയെടുക്കാം, യാതൊരു പ്രയാസമില്ല കേട്ടോ. നമുക്ക് ഒരുപാട് തൈകൾ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കട്ടിങ്സിലൂടെയും അതുപോലെ തന്നെ ലീഫ് വെച്ച് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്ലാന്റാണ് നമ്മുടെ CC പ്ലാന്റ്സ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിന് നമ്മൾ മാസത്തിലൊരിക്കൽ എന്തെങ്കിലും ഒരു വളം ഇട്ട് കൊടുക്കണം. അതായത് നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ലിക്വിഡ് ഫെർട്ടിലൈസർ ആയിട്ടുള്ള NPK ഒക്കെ നമുക്ക് കൊടുക്കാം. ഓവർ വളം വേണ്ട കേട്ടോ. ഓവർ വളമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ചീഞ്ഞു പോകും. കൂടുതൽ വളം വേണ്ട, മിതമായിട്ടുള്ള ഒരു വളവും മതി. അതുപോലെ തന്നെ മിതമായിട്ടുള്ള ലൈറ്റും അതുപോലെ തന്നെ മിതമായിട്ടുള്ള വെള്ളവും ഉണ്ടെങ്കിൽ CC പ്ലാന്റ്സ് നമുക്ക് ഒന്ന് നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് CC പ്ലാന്റ്സ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.